ഫാത്തിമ മാതാവിൻ്റെ ഓർമ്മകളും ഫാത്തിമ മാതാവിൻ്റെ തിരുനാളും. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം വെടിയേറ്റ് പിടഞ്ഞ് താഴെ വീണത്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ പിതാവ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ചെന്ന് തൻ്റെ ശരീരത്തിൽ തറഞ്ഞു കയറിയ ആ വെടിയുണ്ട പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ കാണിക്കയായിട്ട് സമർപ്പിക്കുക. ഒരു കരം എന്നിലേക്ക് വെടിയുണ്ട പായിച്ചപ്പോൾ വേറൊരു കരം അതിനെ സുന്ദരമായ രീതിയിൽ സംരക്ഷിച്ച് എൻ്റെ ജീവൻ പൊതിഞ്ഞു പിടിച്ചുവെന്ന ലൂസിയ ജസീന്ത ഫ്രാൻസിസ്ക. ഈ 3 കുട്ടികൾക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മ 6 തവണ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ, പാപം ചെയ്താൽ ഈ നരകയാതനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊരു ബോധ്യം അവർക്ക് കൊടുത്തിട്ട് പാപത്തിൽ നിന്ന് മാറി നിൽക്കാനൊരു ആഹ്വാനം നൽകുകയും. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് ചെന്നെത്തണം. ഇല്ല എങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ കൊണ്ട് അർത്ഥമില്ലാതെയാകുന്നവർ. ഈ ദർശനത്തിലൂടെ അമ്മ നമ്മോട് പങ്കുവയ്ക്കുന്നത് എന്നിലൂടെ പുത്രൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഫാത്തിമ മാതാവിനെ പറ്റി കേൾക്കാത്തവരായിട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവും. ഫാത്തിമ മാതാവിൻ്റെ ഓർമ്മകളും ഫാത്തിമ മാതാവിൻ്റെ തിരുനാളും മനസ്സിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വേറൊരു വിശുദ്ധനാണ്. ആ വിശുദ്ധൻ വേറെ ആരുമല്ല, പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ. 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ 3 ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് 3 ദൈവീക സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ 3 ദൈവിക സന്ദേശങ്ങളിൽ 3 ദൈവിക രഹസ്യങ്ങൾ എന്നാണ് പ്രത്യേകിച്ച് അവിടെ അമ്മ പങ്കുവച്ചത്. അതിലൊന്ന് നരകത്തെ പറ്റിയുള്ളതായിരുന്നു, 2 വിമല ഹൃദയ പ്രതിഷ്ഠയെ പറ്റിയുള്ളതായിരുന്നു, 3 രക്തസാക്ഷിത്വത്തെ പറ്റിയായിരുന്നു. അതായത് ഒരു മെത്രാൻ, വെളുത്ത വസ്ത്രം ധരിച്ച മെത്രാൻ, അത് വേറെ ആരുമല്ല, പരിശുദ്ധ പിതാവ് ആണ് എന്നത് തീർച്ചയായും വ്യക്തമായിട്ടുള്ളൊരു കാര്യം. അപ്പം ഈ 3ാമത്തെ രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നത് പോലെയായിരുന്നു 1981 പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫാത്തിമ മാതാവിൻ്റെ തിരുനാൾ ദിവസം വെടിയേറ്റ് പിടഞ്ഞ് താഴെ വീണത്. പ്രിയമുള്ളവരെ, അതിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിറ്റേ വർഷം 1982 മെയ് മാസം 13 പോർച്ചുഗലിലെ ഫാത്തിമയിൽ പരിശുദ്ധ പിതാവ് പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ചെന്ന് തൻ്റെ ശരീരത്തിൽ തറഞ്ഞു കയറിയ ആ വെടിയുണ്ട പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ കാണിക്കയായിട്ട് സമർപ്പിക്കുക. എന്നിട്ട് അന്ന് പരിശുദ്ധ പിതാവ് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ഒരു കരം എന്നിലേക്ക് വെടിയുണ്ട പായിച്ചപ്പോൾ വേറൊരു കരം അതിനെ സുന്ദരമായ രീതിയിൽ സംരക്ഷിച്ച് എൻ്റെ ജീവൻ പൊതിഞ്ഞു പിടിച്ചു എന്നാണ് പരിശുദ്ധ പിതാവ് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ലൂസിയ ജസീന്ത ഫ്രാൻസിസ്ക. ഈ 3 കുട്ടികൾക്ക് മുമ്പിൽ പരിശുദ്ധ അമ്മ 6 തവണ മെയ് 13 മുതൽ ഒക്ടോബർ 13 വരെ എല്ലാ മാസങ്ങളിലും 13-ാം തീയതി ഇവർക്ക് പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വേറൊന്നുമല്ല, നേരത്തെയുള്ള പ്രത്യക്ഷപ്പെടലുകളിൽ പറഞ്ഞത് തന്നെ: ജപമാല ചൊല്ലുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ 3 ദൈവീക രഹസ്യങ്ങൾ, ഒന്ന് നരകത്തെപ്പറ്റി വെളിപ്പെടുത്തി. അത് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പാപത്തിൻ്റെ പരിണിത ഫലം ഇതാണെന്നും പാപം ചെയ്താൽ ഈ നരകയാതനകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊരു ബോധ്യം അവർക്ക് കൊടുത്തിട്ട് പാപത്തിൽ നിന്ന് മാറി നിൽക്കാനൊരു ആഹ്വാനം നൽകുകയും. രണ്ടാമത്തത് വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. റഷ്യയെ പ്രതിഷ്ഠിക്കണമെന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ ലോകം മുഴുവനും സമാധാനത്തിൻ്റെ ഒരു കുടക്കീഴിൽ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട് ഒരുമയിൽ ജീവിക്കണം എന്നൊരാഹ്വാനം. പ്രിയമുള്ളവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ അമ്മ തന്നെ നമ്മോട് പറയാതെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വചനത്തിൽ പറയുന്നുണ്ട്, അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അല്ലേ? പരിശുദ്ധ അമ്മയും യൗസപിതാവും യെരൂശലേം ദേവാലയത്തിലേക്ക് ക്രിസ്തുവിനെ സമർപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അവൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവൾ ആ കാര്യങ്ങളും തൻ്റെ മകനെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കാൻ ആഗ്രഹിക്കുക. അപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, അവളുടെ ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേറെ ആരുമായിരുന്നില്ല, രക്ഷകനായ ക്രിസ്തുനാഥനായിരുന്നു. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ തിരുഹൃദയ പ്രതിഷ്ഠയിലേക്ക് ചെന്നെത്തണം. ഇല്ല എങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ കൊണ്ട് അർത്ഥമില്ലാതെയാകുമെന്ന് പറയും. അതിനാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ ദർശനത്തിലൂടെ അമ്മ നമ്മോട് പങ്കുവയ്ക്കുന്നത് എന്നിലൂടെ പുത്രൻ്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ.
അതിനാൽ പ്രിയമുള്ളവരെ, അമ്മ ഹൃദയത്തിൽ പുത്രനെ എന്നും സംഗ്രഹിച്ചു പിടിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലും ക്രിസ്തുവിനെ സംഗ്രഹിച്ചു പിടിക്കാം. അഗസ്റ്റീനോസ് പുണ്യവാളൻ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ അഗസ്റ്റീനോസ് പുണ്യവാളൻ്റെ വാക്കുകൾ ഈ സമയം നമുക്കൊന്ന് കടമെടുക്കാം. അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥം. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ആത്മാവും അസ്വസ്ഥമായിരിക്കും മക്കളായ നമ്മൾ പുത്രനായ ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുന്നതുവരെ. അതുകൊണ്ട് യഥാർത്ഥ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കുന്നതിലല്ല, മറിച്ച് അമ്മയുടെ ഹൃദയപ്രതിഷ്ഠയായ പുത്രനിലേക്ക് നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ്. ആയതിനാൽ പ്രാർത്ഥിക്കാം നമുക്ക്. കാരുണ്യവാനായ കർത്താവേ, ലോകസമാധാനത്തിനു വേണ്ടി, ഒരുമയ്ക്കു വേണ്ടി ഈ ഫാത്തിമ മാതാവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുമ്പോൾ ഒരുമയിൽ, ഐക്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ കർത്താവേ, സമാധാനമില്ലാത്ത അന്തരീക്ഷം ഞാൻ മൂലം ചിലപ്പോഴൊക്കെ ഞാൻ വസിക്കുന്നിടങ്ങളിലും ഞാൻ ചെല്ലുന്നിടങ്ങളിലുമൊക്കെ സൃഷ്ടിക്കാറുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു പ്രതിഷ്ഠിതമായിട്ടില്ല എന്നതാണ്. ആയതിനാൽ എൻ്റെ അമ്മേ, അങ്ങേ പുത്രനെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് സമാധാനത്തിൻ്റെ ഒരു ഉപകരണമായി ഈ ലോകത്ത് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.